ഹരി ഓം. എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മീ ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് വീണ്ടും നമ്മൾ മീ ടു മീ മെഡിറ്റേഷൻ സെൻറ്റർ ബാലരാമപുരത്താണ്. എല്ലാവർക്കും അറിയാം, നമ്മുടെ അവധൂതാമൃതം എന്ന ആ ഒരു സത്സംഗം ഇങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവധൂജി ഈ ചോദ്യങ്ങൾക്ക്, സാധകരുടെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് വീണ്ടും വീണ്ടും ഒരു സാധകൻ അവൻ്റെ ഉള്ളിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഉള്ളിലേക്ക് ഇറങ്ങും തോറും അവൻ്റെ ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര സുഗമമായി തീരുകയാണ്. അത് ഓരോ സാധകനും ഈ അവധൂതാമൃതം എന്ന സത്സംഗം കേൾക്കും തോറും അവന് കൂടുതൽ ഉറക്കുകയാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ ഗ്രൂപ്പിൽ ഓരോ സാധകരും ഈ സത്സംഗം കേട്ടതിന് ശേഷം അവരവരുടെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ഇതിൽ നിന്നും അവർക്ക് എന്ത് ലഭിച്ചു എന്നുള്ളത് ഇൻറ്റേർണലായിട്ട് ഒരു ഡിസ്കഷൻ പോലെ നടക്കുന്നുണ്ട്. അത് അത്രയും ആത്മാർത്ഥതയോടുകൂടി ഈ ഒരു സത്സംഗത്തെ, ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം, അവരവരുടെ ഉള്ളിൽ ഉണ്ടായ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ലഭിക്കുന്നതുകൊണ്ടാണ് അത്രയും അവർക്ക് ഡീപ്പായിട്ട് പോകാൻ സാധിക്കുന്നത്. വീണ്ടും അതുപോലെ ഉള്ളിലേക്ക് ഇറങ്ങാൻ ഓരോ സാധകർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വീണ്ടും ഇന്നത്തെ ആ അവധൂതാമൃതം 7ാം ഭാഗത്തിലേക്ക് കടക്കാം. ഒരിക്കൽ കൂടി എല്ലാ സാധകർക്കും സ്വാഗതം. നമുക്ക് ഗുരുജിയുടെ അടുത്ത് ഇന്നത്തെ ഈ ഒരു ചോദ്യം ചോദിച്ച് തുടങ്ങാം. ഗുരുജി, നമ്മൾ സാധകരെ കേട്ടിട്ടുള്ളതാണ്, ആധ്യാത്മികതയും ഭൗതികതയും രണ്ടല്ല എന്നുള്ളത്. ഒരു സാധകൻ്റെ തുടക്കകാലത്ത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഭൗതികതയും ആധ്യാത്മികതയും രണ്ടല്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അവൻ്റെ ഉള്ളിൽ വരുന്നില്ല, ആ ഒരു ഉറപ്പ് വരുന്നില്ല. കാരണം അവൻ്റെ ജീവിതത്തിൽ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കാം ഒരു സാധകന് അവൻ്റെ കർമ്മം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ, അല്ലെങ്കിൽ രണ്ടല്ല എന്നുള്ളൊരു അനുഭവത്തെ അവൻ്റെ സാധനാ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എങ്ങനെയായിരിക്കാം, അവൻ കർമ്മം ചെയ്യുന്നതിനോടൊപ്പം തന്നെ? ബാലുജി ചോദിച്ച ചോദ്യം പ്രശസ്തമായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. കാരണം ആത്മീയതയും ഭൗതികതയും രണ്ടല്ല എന്ന് ഒരു വ്യക്തിക്ക് അനുഭവപ്പെടുന്നത് എല്ലാം ആ ബോധത്തിൻ്റെ ഉൾക്കാഴ്ചയിലൂടെ കാണുമ്പോൾ മാത്രമാണ്. അതേസമയം സാധാരണ ഒരു വ്യക്തിക്ക് ഇത് രണ്ടും രണ്ടാണ്. അവൻ്റെ അനുഭവം, അവന് ഉണ്ടാകുന്ന അനുഭവം രണ്ടും രണ്ട് തന്നെയാണ്. അതായത് ഭൗതികത വേറെ, ആധ്യാത്മികത വേറെ എന്നുള്ളൊരനുഭവം. ഈ അനുഭവം അവനിൽ നിലനിൽക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? അവൻ അവൻ്റെ കർമ്മകാണ്ഡത്തിലുമാണ്. അവൻ്റെ കർമ്മകാണ്ഡത്തിൽ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ ദ്വൈത സങ്കല്പം, ആധ്യാത്മികതയും ഭൗതികതയും രണ്ടെന്നുള്ള ദ്വൈത സങ്കല്പം അവന് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കർമ്മം അവൻ ചെയ്യുകയും ഈ ദ്വൈത സങ്കല്പം അവന് നിലനിൽക്കുകയും ചെയ്യുമ്പോൾ ഏത് മനോഭാവമാണ് ഒരു സാധകൻ സ്വീകരിക്കേണ്ടത്? ഇതാണ് ബാലു ചോദ്യത്തിൽ കൂടി ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ സ്പഷ്ടമായി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് ദ്വൈത സങ്കല്പം നമ്മളിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഒറ്റ വാക്ക് അതിനുത്തരം അജ്ഞത. അവനിൽ നിലനിൽക്കുന്ന അജ്ഞത. ഇപ്പം നമ്മളിൽ അജ്ഞത നിലനിൽക്കുന്നു എങ്കിൽ നാം എന്ത് ചെയ്യണം? എന്താണോ നമ്മുടെ ഡെഫിഷ്യൻസി അത് മനസ്സിലാക്കി അത് നമ്മൾ ഏൺ ചെയ്യുക. അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഉച്ചയ്ക്ക് 1 മണിക്ക് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലിരിക്കുന്നു, എല്ലാ ജനലും വാതിലും അടച്ച് കർട്ടനിട്ട് അടച്ചിട്ട് അയ്യോ എനിക്ക് ഇരുട്ട് ഭയമാണ് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അത് സൂര്യൻ്റെ കുറ്റമല്ല. മനസ്സിലായില്ലേ? സൂര്യൻ അവിടെയുണ്ട്.
പക്ഷേ സൂര്യൻ്റെ സാന്നിധ്യം ആർക്കറിയാൻ പറ്റുന്നില്ല? കതകടച്ചിരിക്കുന്നവൻ അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ആ സത്യവസ്തുവിന് എതിരെ നമ്മുടെ നോട്ടമെല്ലാം പുറത്തോട്ടാകുന്നത് കാരണം നമ്മൾ ആ സത്യവസ്തുവിൻ്റെ നേരെയുള്ള കഥകളെല്ലാം അടച്ചിട്ടൊക്കെയാണ്, കതവുകൾ എല്ലാം. അപ്പോഴെന്ത് പറ്റും? നമ്മുടെ അനുഭവങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. രണ്ടെന്നല്ല, രണ്ടെന്ന് കണ്ടെങ്കിൽ എന്ത് വേണം? 4 8 ആയിരിക്കും അവന് അനുഭവപ്പെടുക. അത്രമാത്രം ഭൗതികത അവനിൽ കടന്നുകൂടും. ഇത് പറഞ്ഞപ്പോൾ നമ്മളൊരു കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കഥ പറയാം, എന്നിട്ട് നമുക്കതിലോട്ട് കടന്നു പോകാം. ഒരിക്കൽ ഒരു വിദ്യാഭ്യാസം ഉള്ള ഒരു വ്യക്തി, വിദ്യാസമ്പന്നൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈശ്വരൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ കാണാൻ പറ്റണം, പക്ഷേ കാണാൻ പറ്റുന്നില്ല. ഒത്തിരി പേര് ഈശ്വരനെ പറ്റി സംസാരിക്കുന്നു, ഈശ്വര അനുഭവങ്ങളെ പറ്റി പറയുന്നു. ഒരു വലിയൊരു ജനത തന്നെ ഈശ്വരനെ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ ആരും കണ്ടതായിട്ട് പറയുന്നുമില്ല. തൻ്റെ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ ഈശ്വരനുണ്ട് എന്നുള്ള അനുഭവവും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ മനസ്സിൽ കിടന്ന് അലട്ടുകയാണ് അയാൾക്ക് ഈശ്വരൻ്റെ അസ്തിത്വത്തിനെ പറ്റിയിട്ട്. അപ്പം ഈശ്വരനെ പറ്റി ആണ് അവരെപ്പോഴും ചിന്തിക്കുന്നത്. ഉണ്ടോ ഇല്ലയോ, എങ്ങനെ മനസ്സിലാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ സദാ അവരുടെ മനസ്സിൽ ഈശ്വര ചിന്ത കിടക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഇദ്ദേഹം മുടി വെട്ടുവാൻ വേണ്ടി ഒരു ബാർബർ ഷോപ്പിൽ പോകും. ബാർബർ ഷോപ്പിൽ പോയിട്ട് ഇങ്ങനെ മുടി വെട്ടാൻ വേണ്ടി ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പം ബാർബർ ഷോപ്പിലുള്ള ആ ബാർബർ അദ്ദേഹത്തിന് മുടി വെട്ടിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ചെറിയ കോൺവെർസേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, വിദ്യാസമ്പന്നൻ പറഞ്ഞു, താങ്കൾ പറയൂ, ഈശ്വരനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ബാബർ പറഞ്ഞു, ഈശ്വരനുണ്ടല്ലോ. അപ്പോൾ താങ്കൾ കണ്ടിട്ടുണ്ടോ? അപ്പം കണ്ടിട്ടൊന്നുമില്ല, പക്ഷേ ഈശ്വരനുണ്ടെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇതാണ് എല്ലാവരും പറയുന്ന ഉത്തരം. ഉണ്ടെന്ന് പറയുന്നു, പക്ഷെ ആരും കണ്ടിട്ടില്ലെന്ന് പറയുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് വീണ്ടും ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടണം. അതിന് വേണ്ടിയിട്ട് പറഞ്ഞു, ഞാൻ പറയുന്നു ഈശ്വരൻ ഇല്ല എന്ന്. അപ്പോൾ ബാർബർ പറഞ്ഞു, ഈശ്വരൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ തെളിവ് തരുമെന്ന് പറഞ്ഞു ബാർബർ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് പറഞ്ഞു, ഇതാണ് ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം. അപ്പോൾ നിങ്ങൾ കറക്റ്റ് പോയിന്റിലോട്ട് വന്നു. ഇവിടെ കാണുന്ന ദാരിദ്ര്യം കണ്ടോ? എത്ര ലഹളകൾ നടക്കുന്നു, എന്തുമാത്രം ക്രൂരതകൾ നടക്കുന്നു, എന്തുമാത്രം പ്രകൃതിക്ഷോഭങ്ങൾ നടക്കുന്നു, എത്രയോ കുട്ടികൾ മരണപ്പെടുന്നു. ഈ ഭൗതികതയിൽ കാണുന്ന എല്ലാ കഷ്ടങ്ങളും നഷ്ടങ്ങളും എല്ലാം ഈശ്വരനുണ്ടെങ്കിൽ സംഭവിക്കുമോ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ബാർബർ ഇങ്ങനെ ഒരു നിമിഷം ആലോചിച്ചിട്ട് തിരിച്ചൊരു ഉത്തരം കൊടുത്തു. ഈ ലോകത്ത് ബാർബറേ ഇല്ല എന്ന് പറഞ്ഞു. മുടി വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ബാർബർ പറയുന്നത്, ഈ ലോകത്ത് ബാർബറേ ഇല്ലെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഇതല്ലേ, നിങ്ങളൊരു ബാർബർ ആയതുകൊണ്ടല്ലേ താങ്കളുടെ അടുത്ത് നമ്മൾ വന്നത് എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ശരി, അങ്ങനെയെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ് ഈ പകുതി മുടി വെട്ടി വെച്ചിരിക്കുന്ന അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് കടയുടെ പുറത്തോട്ട് ഇറങ്ങി റോഡിലോട്ട് പോകും. അപ്പോൾ എങ്ങോട്ടാണ് കൊണ്ടുവന്ന്? എൻ്റെ മുടി ആദ്യം നിങ്ങൾ വെട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ആദ്യം ചോദ്യത്തിന് ഒരു ഉത്തരം തരാം,
അതിനുശേഷം നമുക്ക് അതിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദൂരം നടന്ന് അവരങ്ങോട്ട് പോയപ്പോൾ ഒരു വഴുവക്കിൽ മുടിയും താടിയൊക്കെ നീട്ടി വളർത്തിയ ഒരു വ്യക്തി അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, കണ്ടോ, ഈ ലോകത്ത് ബാർബറില്ല, അതുകൊണ്ടാണ് ഇയാൾക്ക് ഇത്രയും മുടിയും താടിയും ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? അദ്ദേഹം നിങ്ങളുടെ അടുത്ത് വരാത്തതുകൊണ്ടല്ലേ. വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഈ അവസ്ഥയിൽ ഇരിക്കേണ്ടി വരില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ബാർബറും പറഞ്ഞു, ഇത് തന്നെയാണ് നിങ്ങൾക്കുള്ള ചോദ്യത്തിൻ്റെ ഉത്തരവും. നിങ്ങൾ തേടുന്നുണ്ടോ? നിങ്ങൾ തേടുന്നില്ല. തേടാതെ പുറത്തു നോക്കിയിട്ട് ഇല്ല എന്ന് സമർത്ഥിക്കുകയാണ്. പക്ഷേ ഇല്ല എന്ന് സമർത്ഥിക്കുമ്പോഴും നിങ്ങൾ അപ്പോഴും ഉപയോഗിക്കുന്നത് ആ ഈശ്വര ചൈതന്യത്തെ തന്നെയാണ്. അപ്പോഴാണ് അദ്ദേഹം ശരിക്കും ഒന്ന് ചിന്തിച്ചത്. ശരിയാണ്, അത് എൻ്റെ കാഴ്ചപ്പാടിൻ്റെ പ്രോബ്ലമായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമായിരുന്നു എന്ന് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും മനസ്സിലായി. അപ്പം ഒരു അജ്ഞത, നമ്മളിൽ നിന്ന് ഒരു അജ്ഞത നിലനിന്നപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സുകളും നമ്മുടെ കണ്ട കാഴ്ചപ്പാടുകളെല്ലാം തെറ്റായ രീതിയിലോട്ട് കടന്നുപോയി. അപ്പം ആധ്യാത്മികതയും ഭൗതികതയും രണ്ടല്ല എന്ന് സത്യദർശികൾ പറഞ്ഞത് അവരുടെ ഉയർന്ന ശരിയായ ധാരണയിൽ നിന്നാണ്, അല്ലെങ്കിൽ അനുഭവത്തിൽ നിന്നാണ്. അതിലോട്ട് ഒരു വ്യക്തി കടന്നു വരാതിരിക്കുമ്പോഴാണ് രണ്ടായിട്ട് തോന്നുന്നത്. എന്നാൽ നമ്മൾ സാധന ചെയ്യുകയാണ്, ആ സത്യത്തെ അറിയാൻ ശ്രമിക്കുകയാണ്, ഉള്ളിലേക്ക് നോക്കുകയാണ്, ദ്വന്ദ്ങ്ങൾ കുറഞ്ഞു വരും. കാര്യം ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ തന്നെയാണ്, ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ഭൗതികത എന്ന് പറയുന്നതും ആധ്യാത്മികത എന്ന് പറയുന്നതും ചെയ്യുന്നത് ഞാൻ തന്നെയാണ്, ഞാൻ രണ്ടല്ലല്ലോ. എന്നിലുള്ള ശക്തി തന്നെയാണ് ഇത് രണ്ടും ചെയ്യിപ്പിക്കുന്നത്. അപ്പോഴെങ്ങനെ ഭൗതികതയും ആധ്യാത്മികതയും എന്നുള്ള വേർതിരിവോടെ കൊണ്ടുവരാൻ പറ്റും? അപ്പോൾ അത് എങ്ങനെ സമീപിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഏത് രീതിയിൽ അതിനെ കാണണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. എപ്പോഴും നമ്മൾ കൃഷ്ണനും അർജുൻ്റെ ഒരു എക്സാമ്പിൾ എടുത്തിടും. കാര്യം ആ ഒരു എക്സാമ്പിൾ മാത്രം മതി ഒരു സാധകൻ മുമ്പും പിൻപും എന്ന് പറയുന്ന ഒരവസ്ഥയെ മനസ്സിലാക്കുവാൻ. എൻ്റെ കുടുംബം, എൻ്റെ ബന്ധുക്കൾ എന്നെല്ലാം ചിന്തിച്ചുകൊണ്ടിരുന്ന അർജുനന് ഗീതാ തത്വം ഗ്രഹിച്ചതിന് ശേഷം പിന്നെ ഒരു ദ്വൈതവും ഇല്ല. എൻ്റെ കുലമെന്നോ ഞാനെന്നോ എൻ്റെ കർമ്മമെന്ന് പോലും ഇല്ല, ഞാനും കർമ്മം എന്നുള്ളത് പോലും ഇല്ല അവിടെ. കാര്യം നീ കർമ്മമേ ചെയ്യുന്നില്ല എന്നല്ലേ ഭഗവാൻ പറയുന്നത്. എല്ലാ കർമ്മവും ചെയ്യുന്നത് ഞാനാണ് എന്നുള്ള ഒരു ആത്മബോധം. ഏത് ഞാൻ? പരമാത്മാവ്, ചെയ്യുന്നതെല്ലാം പരമാത്മാവാണ് എന്ന് ഇദ്ദേഹത്തിനൊരു തിരിച്ചറിവുണ്ടായപ്പോൾ പിന്നെ ദ്വൈതങ്ങളൊക്കെ അവിടെ പോയി. ഒരു ദ്വൈതത്തിനും പ്രസക്തി ഇല്ലാതായിപ്പോയി. ഇപ്പം ജ്ഞാനം നേടുവാൻ വേണ്ടി, വീണ്ടും അത് അടിവരയിട്ട് പറയാം, ജ്ഞാനം നേടുവാൻ വേണ്ടി, അതിന് പല രീതിയിലും ആൾക്കാർ വ്യാഖ്യാനിക്കാം. നേടേണ്ടതായി ഇല്ല, ജ്ഞാനമേ ഉള്ളൂ എന്ന്. പക്ഷേ ഇത്തരം അജ്ഞത നമ്മൾ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജ്ഞാനം നേടി അജ്ഞതയെ മാറ്റുക എന്ന് പറയുന്ന ഒരവസ്ഥ അവിടെ വരണം എന്നുള്ളതാണ് സത്യം. ഈ രീതിയിൽ കാര്യങ്ങളെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ദ്വൈതചിന്ത നമ്മളിൽ നിന്ന് മാറും. അതായത് ഇപ്പം ഒരു വ്യക്തിയോട് പറയുകയാണ്, നോക്കൂ, നിങ്ങൾ മറ്റുള്ളവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് പറയുന്നു. അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ മുന്നിൽ ഇപ്പം നിങ്ങളുടെ അമ്മ വരുന്നു, അല്ലെങ്കിൽ മാതാപിതാക്കൾ ആരെങ്കിലും അച്ഛൻ വരുന്നു. അപ്പോഴെന്താണ്, അവരുടെ മുന്നേ മകൻ എന്നുള്ള മനോഭാവത്തിൽ സംസാരിക്കണം. അപ്പം ശരി. ഇനി അപ്പൂപ്പൻ വരുന്നു,
അപ്പോൾ ചെറുമകൻ എന്നുള്ള രീതിയിൽ ആ അപ്പൂപ്പനോട് സംസാരിക്കണം. അപ്പോൾ ശരി, കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ മകളോ മകനോ വരുന്നു എങ്കിൽ അവരോട് അച്ഛൻ എന്നുള്ള രീതിയിൽ സംസാരിക്കണം. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ വൈഫ് വരുന്നു എങ്കിൽ ആ വൈഫിൻ്റെ അടുത്ത് എന്താണ് ഭർത്താവ് എന്നുള്ള രീതിയിൽ സംസാരിക്കണം. സുഹൃത്ത് വന്നാൽ സുഹൃത്തിൻ്റെ രീതിയിൽ സംസാരിക്കണം. അധ്യാപകൻ വന്നാൽ ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ സംസാരിക്കണം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇദ്ദേഹം ചിന്തിച്ചു, ഇതെന്തിനാണ് ഇങ്ങനെ പറയുന്നതിൻ്റെ ആവശ്യം? ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. പക്ഷേ ഇതിങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോഴാണ് ഒരു വ്യക്തിയിൽ കൺഫ്യൂഷൻ വരുന്നത്. റോളുകൾ അപ്പം എങ്ങനെ, അപ്പം നമ്മളിതെല്ലാം യുക്തി തലയിൽ ഇങ്ങനെ കയറ്റി വെച്ചിട്ടാണ് അത് എങ്ങനെ ചെയ്യാമെന്ന് ചിന്തിക്കുന്നത്. അപ്പോഴാണ് ഈ പ്രശ്നം പറ്റുന്നത്. അപ്പോൾ ഇയാൾ വളരെ ജാഗ്രതയോടെ ഈ അഡ്വൈസിനെ ആ രീതിയിൽ കണ്ടിട്ട് അങ്ങനെ അദ്ദേഹം ഒരു കല്യാണ മണ്ഡപത്തിൽ അല്ലെങ്കിൽ കല്യാണത്തിന് പോകുന്ന സമയത്ത് അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വരുമല്ലോ. ഈ ബന്ധുക്കളും വരും, സുഹൃത്തുക്കൾ വരും, വൈഫ് വരും, അച്ഛൻ വരും, അമ്മ വരും, എല്ലാവരും വരും. അപ്പോൾ അവരോടെല്ലാം സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഓരോ ഐഡൻറ്റിറ്റി ഓൺ ചെയ്യുന്നു, ഓഫ് ചെയ്യുന്നു, ഓൺ ചെയ്യുന്നു, ഓഫ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും? ഒരിക്കലും ഇല്ല. അപ്പോൾ അവിടെ നമ്മളെങ്ങനെ ചെയ്യുന്നു? അതാണ് ഫ്ലോ, ഒഴുക്ക്. അതവിടെ സംഭവിക്കും. ഇത്രയും വ്യത്യസ്തമായ റോളുകൾ നമ്മൾ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ പെർഫോം ചെയ്യും. അവിടെ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. ഒരു ഐഡൻറ്റിറ്റി മാറ്റി വേറെ ഐഡൻറ്റിറ്റിയിലോട്ട് ഞാൻ പോകുന്നു എന്നുള്ള ഒരു കൺഫ്യൂഷൻ അവിടെ ഇല്ല. അതേപോലത്തെ ഒരു ഫ്ലോ, സ്പോണ്ടേനിയസ് ഫ്ലോ, അത് ഒരു സാധകനിൽ വരും. അപ്പോഴവന് ഭൗതികതയെന്നോ ആധ്യാത്മികതയെന്നോ ആ ഒരു വേർതിരിവ് അവൻ അനുഭവപ്പെടുക പോലും ഇല്ല. അതിനെപ്പറ്റി അവൻ ചിന്തിക്കുകയില്ല. കാര്യം അവൻ നോക്കുന്നത് അവൻ്റെ കർമ്മത്തെയോ അവൻ ചെയ്യുന്നു എന്നോ അല്ലല്ലോ, ആ ഡിവൈൻ ഫ്ലോൻ്റെ ഭാഗമായിട്ട് അവൻ നിലനിൽക്കുന്നു. ഗുരുജി, ഒരു സാധകൻ്റെ തുടക്കകാലത്ത്, അതായത് ഗുരുവിനോട് അടുത്ത് വന്ന് ഒരു ഗുരുവിനിലേക്ക് എത്തിപ്പെട്ട് അവൻ്റെ ഒരു സാധനയുടെ തുടക്കകാലത്ത് ഒരു സാധകൻ ഒരു ഗുരുവിനെ കാണുന്നത് ചിലപ്പോൾ ഒരു സുഹൃത്തായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു അമ്മ ഭാവത്തിൽ, ഗുരു അമ്മയാണ് എന്നുള്ളൊരു ഭാവത്തിലായിരിക്കാം. അങ്ങനെയായിരിക്കാം അവൻ്റെ ഒരു സാധന അല്ലെങ്കിൽ ഒരു ഗുരുവുമായിട്ടുള്ള ഒരു തുടക്ക കാലഘട്ടം അങ്ങനെയായിരിക്കാം. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കാം. എന്നാൽ ആ ഒരു വ്യക്തിഭാവത്തിൽ നിന്നും യഥാർത്ഥത്തിലുള്ള ഗുരുതത്വത്തിലേക്ക് ഒരു സാധകൻ്റെ ആ ഒരു കാഴ്ചപ്പാട് വരുന്നത് എപ്പോഴായിരിക്കാം? നമുക്കറിയാം, നമ്മളെല്ലാവരും അറിവ് നേടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. വെറും അറിവ് നേടുന്നവനല്ല സാധകൻ. നേടിയ അറിവിനെ അനുഭൂതിയിലേക്ക് അല്ലെങ്കിൽ അനുഭവ തലത്തിലേക്ക് കൺവെർട്ട് ചെയ്യാൻ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് സാധകർ. അറിവിനെ ശിരസിൽ വയ്ക്കേണ്ട ആവശ്യം ഇല്ല. അതിനൊക്കെ നമുക്കിന്ന് ഇൻ്റർനെറ്റും ഗൂഗിളെല്ലാം ഉണ്ടല്ലോ. എന്ത് വേണമെങ്കിലും അതിൽ നിന്ന് കിട്ടും. പ്രത്യേകിച്ച് നമ്മൾ തലയിൽ കയറ്റി വെച്ചിരിക്കേണ്ട ഒരാവശ്യമില്ല. അനുഭൂതിയിലേക്ക് ഒരു വ്യക്തി അറിവിനെ കൊണ്ടെത്തിക്കാത്തിടത്തോളം കാലം നേടിയ അറിവുകളെല്ലാം അവന് ഭാരമാണ്. നേടിയ അറിവുകളെല്ലാം തലക്കനം അവനിൽ സൃഷ്ടിക്കും. നേടിയ അറിവെല്ലാം അവനെ അഹങ്കാരിയാക്കും. അതായത് ആ അറിവ് അവന് തന്നെ ദോഷമായിട്ട് വരും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവിടെ ചോദ്യം, ഒരു ഗുരുവിനെ എങ്ങനെ, ഏത് മനോഭാവത്തിൽ നമ്മളിലേക്ക് സ്വീകരിക്കണമെന്നുള്ളതാണ്. വ്യക്തിഗതമായി ഒരു വ്യക്തിയായിട്ട് കാണുന്ന ഒരവസ്ഥ, ഗുരുവിനെ കാണുന്ന ഒരവസ്ഥ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോഴൊരു സാധനയിലോട്ട് കടന്നു വന്ന ഒരു വ്യക്തി ഗുരുവിനെ
ഭൗതികതയിലുള്ള ഏതെങ്കിലും ഒരു ബന്ധവുമായിട്ട് കണക്ട് ചെയ്യും. അച്ഛനെ പോലെയെന്നോ അമ്മയെ പോലെയെന്നോ ഒരു നല്ല സുഹൃത്തിനെ പോലെയെന്നോ. അപ്പോൾ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭൗതികതയിലുള്ള ഏതെങ്കിലും ഒരു ബന്ധവുമായിട്ടായിരിക്കും അവൻ കണക്ട് ചെയ്യിപ്പിക്കുന്നത്. കാര്യം അവൻ അങ്ങനെ അതിനെ കാണാൻ പറ്റുള്ളൂ. അതല്ലാത്ത ഒരു ബന്ധം, ഒരു ഗുരു ശിഷ്യ ബന്ധത്തിൻ്റെ അനുഭവം അവനില്ല. അതുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഭൗതിക റിലേഷൻസിൻ്റെ ഏതെങ്കിലുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ചിന്തിക്കും. പക്ഷേ യവൻ, അതായത് ഈ സാധകൻ സാധന ചെയ്ത് തുടങ്ങുമ്പോൾ എന്ത് പറ്റും? ഗുരുവിനോടുള്ള കോൺസെപ്റ്റ് മാത്രമല്ല, അവനോടുള്ള കോൺസെപ്റ്റ് തന്നെ, അവൻ തിരിച്ചറിയുന്നത് തന്നെ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മാറ്റത്തിന് ഹേതുവായി നിൽക്കുന്ന ഗുരുസങ്കല്പവും സ്വാഭാവികമായിട്ടും അതിനോടുള്ള കാഴ്ചപ്പാട് മാറും. തന്നോടുള്ള അവൻ്റെ കാഴ്ചപ്പാടെ മാറുമ്പോൾ ഗുരുവിന് അവൻ ആരോപിച്ച് വെച്ചിരുന്ന എല്ലാ കാഴ്ചപ്പാടും സ്വാഭാവികമായിട്ട് മാറും. അതിൽ അതിശയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ അവൻ ആത്മതത്വത്തിലേക്ക് അവൻ എത്തുമ്പോൾ ഗുരുതത്വം എന്താണെന്ന് അവൻ അനുഭവിച്ചറിയും. ഇതെല്ലാം ഒരു പാരലായിട്ട് സംഭവിക്കുന്നതാണ്. ഒരു ട്രെയിൻ ഒരു അതിൻ്റെ പാളത്തിൽ പോകുമ്പോൾ, സമാന്തരമായി പോകുന്ന ആ പാളത്തിൽ കൂടി പോകുമ്പോൾ, ആ ട്രെയിൻ ഓടുന്ന പാത, രണ്ട് പാതയും, അതായത് രണ്ട് വശം, ആ ട്രെയിനിൻ്റെ രണ്ട് വീലുകളും സഞ്ചരിക്കുന്ന ആ സമാന്തരമായിരിക്കുന്ന പാത എപ്രകാരമാണോ ട്രെയിന് സഞ്ചരിക്കുവാൻ ഗുണകരമായി നിലനിൽക്കുന്നത്, അതുപോലെ ഗുരുവും അല്ലെങ്കിൽ ആ ഗുരുവിനോടുള്ള കാഴ്ചപ്പാടും ഇപ്പുറത്തെ പാത എങ്ങനെയാണ്, അവനോടുള്ള കാഴ്ചപ്പാടും, ഇത് രണ്ടും ആ ട്രെയിനാവുന്ന സാധന മുന്നോട്ട് പോകുമ്പോൾ, അതിൻ്റെ പുറത്തോട്ട് പോകുമ്പോൾ, മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ, സാധന മുന്നേറുമ്പോൾ മാറ്റം, ആ സമാന്തരമായി നിൽക്കുന്ന അത് കാഴ്ചപ്പാട് മാറിക്കൊണ്ടിരിക്കും. ലക്ഷ്യത്തിലേക്ക് അവൻ എത്തിച്ചേരുമ്പോൾ പിന്നെ ആ ട്രെയിനോ സമാന്തര പാതയ്ക്കോ യാത്രക്കാരനോ പ്രസക്തിയില്ലാത്ത രീതിയിലേക്ക് അത് മാറും. അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു യാത്രയാണ് ആധ്യാത്മികതയുടെ യാത്ര. അപ്പോൾ മാറുന്ന കാഴ്ചപ്പാടുകൾ അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഒരു പൊളിച്ചെടുക്കലിലേക്ക്, എൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടൊരു പൊളിച്ചെടുക്കലിന് വിധേയനാകും. അതിനെ അവൻ സ്വാഗതം ചെയ്തുകൊണ്ടാണ് ആധ്യാത്മിക ജീവിതത്തിലേക്ക് അവൻ കാലുവെച്ച് ഇറങ്ങുന്നത്. പല പല മാറ്റങ്ങളെയും പല പല ഉൾക്കാഴ്ചകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെയാണ് അവൻ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഒരു റോക്കറ്റ് വിട്ടതുപോലെ എന്ന് പറയും. അതായത് ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് റോക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു രൂപമോ വേഗതയോ അല്ല അത് മുന്നോട്ട് പോകുമ്പോൾ. ലക്ഷ്യത്തിലോട്ട് എത്തുമ്പോൾ തീർച്ചയായിട്ടും ആ റോക്കറ്റിൻ്റെ രൂപഭാവങ്ങളെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ സാധന ചെയ്ത് തുടങ്ങുന്ന ഒരു സാധകൻ തുടക്കത്തിലുള്ള അവൻ്റെ ചിന്താഗതികളും മനോഭാവവും ആയിരിക്കില്ല മുന്നോട്ട് പോകുമ്പോൾ എന്നുള്ളത്. അവനോടുള്ള കാഴ്ചപ്പാട് മാറുന്നത് പോലെ തന്നെ ഗുരുവിനോടുള്ള കാഴ്ചപ്പാട് മാറി ആ തത്വത്തിലേക്ക് എത്തിപ്പെടും. ഗുരുതത്വത്തിലേക്ക് അവൻ എത്തുമ്പോൾ അവനും എന്താണ്, അവൻ്റെ ആത്മതത്വത്തിലേക്ക്, അതിന് എന്താണോ അതിലേക്ക് അവനും എത്തിപ്പെടും. ഒരിടത്ത് ഒരു അമ്മൂമ്മയുണ്ടായിരുന്നു. ഒരിടത്ത് ഒരു അമ്മൂമ്മ മാത്രമല്ല ഉള്ളത്, ഇഷ്ടംപോലെ അമ്മൂമ്മ ഉണ്ട്. പക്ഷേ കഥ പറയുമ്പോൾ നമുക്ക് അമ്മൂമ്മയിലോട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ പറയുന്നത്. പണ്ടേ നമ്മൾ കേട്ട് ശീലിച്ചത് അങ്ങനെയല്ലേ. അപ്പോഴൊരിടത്ത് ഒരു അമ്മൂമ്മയുണ്ടായിരുന്നു. ഈ അമ്മൂമ്മയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു മൂക്കുത്തി ഉണ്ടായിരുന്നു, നല്ല തിളക്കമുള്ളൊരു മൂക്കുത്തി.
അപ്പോൾ വളരെ ഊർജ്ജസ്വലമായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഈ അമ്മൂമ്മ എല്ലാവരോടും ഭയങ്കരമായിട്ട് വളരെ സോഷ്യലായിട്ട് ഇടപെടുകയും എല്ലാവരോടും വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും സംസാരിക്കുന്നൊരു അമ്മൂമ്മയാണ്. ഈ അമ്മൂമ്മ എന്ത് സംസാരിച്ചാലും എല്ലാവരുടെയും ശ്രദ്ധ അമ്മൂമ്മയുടെ മൂക്കുത്തിയിലാണ്. അത്രമാത്രം അമ്മൂമ്മയുടെ ആ മൂക്കുത്തി പ്രത്യേകത ഉള്ളതാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ അമ്മൂമ്മ മുറ്റത്തിങ്ങനെ എന്തോ തിരയുന്നത് കണ്ടു. അപ്പോൾ തിരയുന്നത് കണ്ടപ്പോൾ അവിടെ നിന്ന 2-3 പേര് ചോദിച്ചു, അമ്മൂമ്മ എന്താണ് തിരയുന്നത് എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, എൻ്റെ മൂക്കുത്തി കളഞ്ഞു പോയി. അപ്പോഴവർ പറഞ്ഞു, അയ്യോ അമ്മൂമ്മയുടെ മൂക്കുത്തി പോയോ? മൂക്കുത്തി ഇല്ലെങ്കിൽ അമ്മൂമ്മയെ കാണാൻ ഒരു ഭംഗിയില്ല, എന്തായാലും നമ്മളും കൂടെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ മൊത്തം തിരയും. ആ മുറ്റം മൊത്തം തിരയും. 2 മണിക്കൂറോളം തിരഞ്ഞിട്ടും മൂക്കുത്തി കിട്ടിയില്ല. അപ്പോഴെന്ത് പറ്റി? നേരം ഇരുട്ടി വരെയാണ്. അപ്പം ഇനി എന്തെങ്കിലും ടോർച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും വിളക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ആ മൂക്കുത്തി കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ഒരാൾ ചോദിച്ചു, എവിടെ വെച്ചാണ് ആ മൂക്കുത്തി പോയതെന്നറിയാമോ ചോദിച്ചു. അതെന്തെങ്കിലും ടൈറ്റ് ചെയ്യാനോ എന്തെങ്കിലും ശ്രമിച്ച സമയത്താണോ അത് അഴിഞ്ഞ് വീണത്, അതല്ലാതെ എന്തെങ്കിലും ജോലി ചെയ്തതിന് ശേഷമാണോ ഇത് വീണത് എന്നുള്ളത് അമ്മൂമ്മ ഓർമ്മിക്കുന്നുണ്ടെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഞാൻ ആ മൂക്കുത്തി ഒന്ന് ടൈറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഞാൻ നല്ലതായിട്ടൊന്ന് ടൈറ്റ് ചെയ്യാൻ നോക്കി, എന്നിട്ട് അതിന് ശേഷമാണ് അത് നഷ്ടമായെന്ന് പറഞ്ഞു. ഞാൻ ചിലപ്പോൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടി കറക്കിയപ്പോൾ നേരെ തിരിച്ചായിരിക്കും കറക്കിയത്, അങ്ങനെ ആയിരിക്കും പറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഈ മുറ്റത്ത് എവിടെ നിന്നാണ് അമ്മൂമ്മ അത് ടൈറ്റ് ചെയ്യാൻ നോക്കിയതെന്ന് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു, ഞാൻ മുറ്റത്ത് വെച്ചിട്ടല്ല അത് ടൈറ്റ് ചെയ്യാൻ നോക്കിയത്, അടുക്കളയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവർ പറഞ്ഞു, അടുക്കളയിൽ വെച്ചിട്ടാണ് അത് ചെയ്തുവെങ്കിൽ മൂക്കുത്തി പിന്നെ അടുക്കളയിൽ നിലത്ത് വീഴാനല്ലേ സാധ്യത, അപ്പോൾ അവിടെയല്ലേ തപ്പേണ്ടത് എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, അവിടെയാണ് നോക്കേണ്ടത്, പക്ഷേ അടുക്കള മൊത്തം ഇരുട്ടാണ്. അപ്പം മുറ്റത്ത് നല്ല വെട്ടമുണ്ട്, അത് കാരണമാണ് ഞാൻ മുറ്റത്ത് തപ്പുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഇവർ പറഞ്ഞു, ഈ അമ്മൂമ്മ എന്താണ് ഇങ്ങനെ പറയുന്നത്? ഈ വെട്ടം ഉള്ളിടത്താണോ നമ്മൾ തപ്പേണ്ടത്, അതോ നഷ്ടപ്പെട്ട് പോയ സാധനം ഉള്ളിടത്താണോ തപ്പേണ്ടത് എന്ന് ചോദിച്ചു. അപ്പം നഷ്ടപ്പെട്ട് പോയ സാധനം എവിടെയാണ് ഉള്ളത് അവിടെയാണ് തപ്പേണ്ടത്. അവിടെ നമുക്ക് എന്താണ് വെട്ടം ഉപയോഗിക്കാം. അതല്ലാതെ വെട്ടം ഉള്ളിടത്ത് നഷ്ടപ്പെട്ടു പോയ സാധനം എത്ര തപ്പിയാലും കിട്ടില്ലെന്നോ. അങ്ങനെ ഇവർ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ അവിടെ മൂക്കുത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കഥയിൽ പ്രത്യേകിച്ച് ലോജിക്ക് എന്താണ്? പോയെടുത്ത് നോക്കണം, തപ്പണം എന്നുള്ളതാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. എന്നാൽ ഈ അറിവുള്ള നമ്മൾ എന്തുകൊണ്ട് ഈശ്വരൻ ഉള്ളിലാണ് എന്നുള്ള ബോധം അല്ലെങ്കിൽ ആ അറിവ് കേട്ടിട്ട് എന്തുകൊണ്ട് നമ്മൾ ഉള്ളിലോട്ട് നോക്കുന്നില്ല? അങ്ങനെ നോക്കുമ്പോൾ ഈ അമ്മൂമ്മയെ നമുക്ക് കുറ്റം പറയാൻ പറ്റും? ഒരിക്കലുമില്ല. ഈശ്വരൻ ഉള്ളിലുണ്ട്, തത്വമസി ഇതെല്ലാം പറഞ്ഞിട്ട് അതിനു വേണ്ടി എന്തെങ്കിലും ഭക്ഷണം ഉള്ളിലോട്ടിട്ട് കൊടുക്കുന്നുണ്ടോ? എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മളെല്ലാം പുറത്തോട്ട് നോക്കുകയാണ്, അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയാണ്, അതിനെപ്പറ്റി ചിന്തിക്കുകയാണ്. ഉള്ളിലേക്ക് നോക്കാനോ അതിനെ പറ്റിയിട്ട് ചിന്തിക്കുവാനോ മനനം ചെയ്യുവാനോ നമ്മൾ തയ്യാറാകുന്നില്ല എങ്കിൽ ആ പ്രയത്നത്തിനൊക്കെ എന്ത് ബലം? അപ്പോൾ എവിടെയാണ് അതിരിക്കുന്നത്, അല്ല അത് കിടക്കുന്നത്
അതിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് ഗുരുക്കന്മാർ നമ്മളെ നിരന്തരം പുറത്തോട്ട് നോക്കുന്ന നമ്മളെ നിരന്തരം ഉള്ളിലോട്ട് തിരിച്ച് നോക്കുവാൻ നമ്മളെ പ്രേരിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നത്. അതങ്ങനെ ചെയ്യും എന്നാണ്. അപ്പോൾ ആ ഒരു വലിയ ഒരു കർമ്മം ചെയ്യുന്ന ഒരു ഗുരുവിനെ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ ആ ഗുരു അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കർമ്മത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഗുരുവിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് ഗുരു ചെയ്യിപ്പിക്കുന്ന കർമ്മത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം. അപ്പോൾ ഗുരുവിൻ്റെ പ്രാധാന്യം മനസ്സിലാവും. അപ്പോഴെന്ത് പറ്റും? കൂടുതൽ ഗുരു പറയുന്ന വാക്കുകൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കും. നമ്മൾ ആ സത്യത്തെ തിരിച്ചറിയുമെന്നാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, രമണ മഹർഷി അവിടെ ആശ്രമത്തിൽ ഒരു അണ്ണാൻ കുഞ്ഞ്, അതായത് അണ്ണാനും അതിൻ്റെ കുഞ്ഞിനെയും അവനെ കിട്ടുന്നു, അതിനെ ഒരു ബോക്സിനകത്തിട്ട് വളർത്തുന്നു. ഈ അണ്ണാൻ കുഞ്ഞ് കുറച്ചങ്ങ് വളർന്നു വന്നപ്പോൾ എന്ത് പറ്റി? ഇത് കൂട്ടിൽ നിന്ന് ചാടി പുറത്തോട്ടങ്ങ് ഓടുന്നു. അപ്പോഴും ഈ ചാടിപ്പോകുന്ന കുഞ്ഞിനെ പൂച്ചയോ പട്ടിയോ വേറെ ആരെങ്കിലും പിടിക്കും. ഇതിനെ പിടിച്ച് കൂട്ടിനകത്ത് ഇടുമ്പോൾ എന്ത് പറ്റും? അതവിടെ നിൽക്കില്ല, അത് വീണ്ടും ചാടി പുറത്തോട്ട് പോകും. അപ്പോൾ വീണ്ടും പിടിച്ച് അതിനകത്തിടും. ഇതുപോലെയാണ് ഭൗതികതയിൽ വിവരിക്കുന്ന നമ്മുടെ മനസ്സ്. അപ്പോൾ ഒരു ഗുരു എങ്ങനെയാണ് അതിനെ തിരിച്ച് കൊണ്ടിടുന്നോ അവിടെ കിടക്കില്ല, ഓടും. അപ്പോൾ അങ്ങനെ ഓടുന്ന മനസ്സുള്ള ഒരു വ്യക്തിയെയാണ് ഗുരു തന്നിലേക്ക് നോക്കൂ, സത്യത്തെ നോക്കൂ, എവിടെയാണ് തങ്ങളെ നഷ്ടപ്പെട്ടത് അവിടേക്ക് നോക്കൂ എന്ന് പറയുന്നത്. പക്ഷേ പുറം കാഴ്ചകൾ കാണാൻ വേണ്ടി തൻ്റെ അപകടത്തെ തിരിച്ചറിയാത്ത ആ അണ്ണാൻ കുഞ്ഞുങ്ങൾ എപ്രകാരമാണോ പുറത്ത് ചാടുന്നത്, അതുപോലെ നമ്മൾ നമ്മുടെ മനസ്സിനെ പുറത്തോട്ടങ്ങ് വിടും. അപ്പോൾ ഗുരു എന്ത് പറയും? തിരിച്ച് ഇങ്ങോട്ട് വരാൻ പറയും. അതിൻ്റെ അർത്ഥം നമ്മൾ ഒരു കാര്യവും ഭൗതികതയിൽ ചെയ്യേണ്ടെന്നോ ഇൻട്രാക്ട് ചെയ്യേണ്ടെന്നോ എന്നല്ല, എല്ലാം ചെയ്യണം. പക്ഷേ ചെയ്യുന്നവനാര്, ചെയ്യുന്നവനെ ചെയ്യിപ്പിക്കുന്നവനാര് എന്നുള്ള സത്യത്തെ തിരിച്ച് സദാ അറിഞ്ഞുകൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള കർമ്മയോഗം മനസ്സിലാക്കി തരുന്നതാണ് ഗുരു. അപ്പോൾ നമ്മളിതെല്ലാം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഭൗതികതയിലുള്ള ഒരു ബന്ധം കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബന്ധമല്ല ഗുരു ശിഷ്യ ബന്ധം എന്ന് തിരിച്ചറിയും. കാര്യം ഇത് ജന്മജന്മാന്തരമായി നിലനിൽക്കുന്ന ബന്ധമാണ്. ബാക്കി ഭൗതികതയിലുള്ള എല്ലാ ബന്ധവും ആ ജന്മത്തിൽ മാത്രം നിലനിൽക്കുന്ന ബന്ധമാണ്. ഈ ഒരു അറിവ് കിട്ടുമ്പോൾ ഗുരു എന്നുള്ളത് വ്യക്തിഭാവത്തിൽ നിന്ന് ഗുരുതത്വത്തിലേക്ക് അവ എത്തപ്പെടും. അപ്പോൾ അവനിൽ ഗുരുത്വമുണ്ടാകും. ഗുരുജി നേരത്തെ സൂചിപ്പിച്ച പോലെ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ബന്ധമാണ് ഒരു ഗുരുവും സാധകനും തമ്മിലുള്ളത്. എന്നാൽ പലർക്കും ഒരു ഗുരുവിനെ ലഭിക്കണമെന്ന് നിർബന്ധമില്ല, കിട്ടണമെന്ന് നിർബന്ധിക്കാൻ പറ്റില്ല, ചിലപ്പോൾ കിട്ടാതിരിക്കാം. എന്നാൽ ആ ഒരു ഭാഗ്യം ലഭിച്ച ഒരു സാധകന് ചിലപ്പോൾ ഗുരുവിൻ്റെ ഉപദേശങ്ങളെ അല്ലെങ്കിൽ ഗുരു ഉപദേശങ്ങളെ അവൻ്റെ മനസ്സ് ചിലപ്പോൾ അനുസരിക്കാനോ അംഗീകരിക്കാനോ അവൻ കഴിയുന്നുണ്ടാവില്ല. അതിൻ്റെ കാരണം എന്തായിരിക്കാം? ഗുരുവിനെ ലഭിച്ചിട്ട് പോലും അതനുസരിക്കാൻ സാധിക്കാത്തതിനുള്ള കാരണം എന്തായിരിക്കാം? കാരണം മനസ്സ് തന്നെയാണ്. മനസ്സ് തന്നെയാണ് എല്ലാത്തിൻ്റെയും മൂലകാരണം. നീ മനസ്സല്ല, നീ ചിന്തയല്ല. അതായത് ഐ ആം നോട്ട് എ മൈൻഡ്, ഐ ആം നോട്ട് എ തോട്ട് എന്ന് ചിന്തിപ്പിക്കുവാൻ ഗുരു
ഇരിക്കുമ്പോൾ മനസ്സിനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര വേദനയായിരിക്കും, നല്ല രീതിയിലുള്ള വേദനയായിരിക്കും. കാരണം വാസനകളിൽ നിന്ന് തന്നെ പിടിവിട്ട് വരുവാൻ പ്രയാസപ്പെടുന്ന ഒരു സാധകന് മനസ്സിൻ്റെ പിടിയിൽ നിന്ന് മുക്തനാവുക എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല, ഒരിക്കലും നിസ്സാരമായ കാര്യമല്ല. ഗുരുപദേശം കേൾക്കുന്നത് പോലും മനസ്സുപയോഗിച്ചുകൊണ്ടാണ് എങ്കിൽ എപ്രകാരം ആ തത്വത്തെ ഗ്രഹിക്കുവാൻ സാധിക്കും? അതിന് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്റ്റോറിയുണ്ട്. അതായത് ഒരു ഉറുമ്പ്, ഈ ഉറുമ്പ് ഒരു വലിയ ഉപ്പ് കൂനയിലാണ് ജനിച്ച് വളർന്നത്. അത് ജനിച്ച സമയം തൊട്ടേ നിരന്തരം കഴിക്കുന്നത് ഉപ്പാണ്. ഇതിങ്ങനെ ഉപ്പ് കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയിരിക്കെ പഞ്ചസാര കൂനയിൽ ജനിച്ച് വളർന്ന മറ്റൊരു ഉറുമ്പ് ഏതോ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന ഉപ്പ് കൂനയുടെ അടുക്കൽ എത്തിപ്പെട്ടു. അപ്പോൾ പഞ്ചസാര കണ്ട് വളർന്ന് അത് കഴിച്ച് വളർന്ന ഒരു ഉറുമ്പിന് ഈ ഉപ്പ് കൂനയെ കണ്ടപ്പോഴെന്താണ്, അതും വെളുത്ത് തന്നെ ഇരിക്കുന്നു, അത് പഞ്ചസാരയാണെന്ന് പറഞ്ഞ് ഓടിപ്പോയി കഴിക്കാൻ നോക്കിയപ്പോൾ ഒരു ടേസ്റ്റും ഇല്ല, ഒരു ഭയങ്കരമായിട്ട് കഴിക്കാനേ പറ്റുന്നില്ല അതിന്. അപ്പം പഞ്ചസാരയുടെ അതേ നിറമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ടേസ്റ്റ് വേണമെന്നില്ലല്ലോ, ഇത് ഉപ്പല്ലേ. അപ്പോഴും നോക്കിയപ്പോഴെന്താണ്, ഉപ്പ് കൂനയിൽ ജനിച്ച് വളർന്ന ആ ഉറുമ്പ് ഇങ്ങനെ നിർലോഭം കഴിക്കുകയാണ്, വളരെ ടേസ്റ്റായിട്ട് കഴിക്കുകയാണ് ആ ഉപ്പ്. അപ്പോൾ പഞ്ചസാര കൂനയിൽ ജനിച്ച് വളർന്ന ആ ഉറുമ്പ് പറയും, ഇതിന് ഒരു ടേസ്റ്റും ഇല്ല, ടേസ്റ്റുള്ള വേറെ ഒന്നുണ്ട്, അതൊന്ന് നീ കഴിച്ച് നോക്കണമെന്ന് പറയും. അപ്പോൾ ഈ ഉറുമ്പ് ഒരിക്കലും അത് സമ്മതിക്കില്ല. ഇതിനപ്പുറം ടേസ്റ്റുള്ള ഒരു സാധനം ഈ ലോകത്തില്ല, വേറെ ലോകമേ അറിയില്ല, ഇത് പൊട്ടക്കുളത്തിലെ തവളെ പോലത്തെ ഒരവസ്ഥയാണ്. ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഇത് തന്നെയാണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റേ ഉറുമ്പ് പറഞ്ഞു, ഇല്ല, പഞ്ചസാര എന്ന് പറയുന്ന അതിമധുരമുള്ള ഒരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം മറ്റയാൾ തർക്കിക്കും, ഇല്ല, ഇത് തന്നെ ഉള്ളൂ എന്ന് പറയും. അപ്പം പറഞ്ഞു, ശരി, നിന്നോട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല, നീ ഒരു കാര്യം ചെയ്യും, എൻ്റെ കൂടെ ഒന്ന് ട്രാവൽ ചെയ്യും, ഒന്ന് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചസാര കൂന കാണിച്ചു തരാം, നിങ്ങൾക്കത് കഴിച്ച് നോക്കാം, അനുഭവപ്പെടാമെന്ന്. അപ്പോഴേ ശരി, ഒരു വിധത്തിൽ സമ്മതിച്ചു. അത് തന്നെ ഒരു ചെറിയൊരു മാറ്റമാണ്. ഒരാൾ മനസ്സിൻ്റെ പിടിയിരിക്കുന്ന ആൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് വന്ന് എത്തിപ്പെടുന്നത് പോലത്തെ ഒരവസ്ഥയാണ്. അപ്പോഴും എന്തോന്നുണ്ട്, ആ പഴയ മനസ്സൊക്കെ ഉണ്ട്, അതിനെ വെച്ചുകൊണ്ട് അതേ സംശയങ്ങൾ നിലനിർത്തിക്കൊണ്ട് യാത്രയ്ക്ക് തയ്യാറാവും. അപ്പോൾ യാത്രയ്ക്ക് തയ്യാറായി ഇറങ്ങാൻ നേരത്ത് ആ ഉറുമ്പ് പറഞ്ഞു, ഒരു നിമിഷം നിൽക്കണേ എന്ന് പറഞ്ഞു. എന്നിട്ട് നേരെ അങ്ങ് പോയി ഒരു പൊതിയിൽ കുറച്ച് ഉപ്പൊക്കെ പൊതിഞ്ഞ് അത് കയ്യിൽ പിടിച്ചുകൊണ്ട് അതിങ്ങനെ പോവുകയാണ്, വഴിമധ്യേ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവർ പോകുന്നത് എവിടെയാണ് ആലോചിച്ച് നോക്കുക, പഞ്ചസാര കൂനയിൽ പോവുകയാണ്. അപ്പോഴും വഴിയിൽ കഴിക്കാൻ വേണ്ടി അവൻ കരുതുന്നത് അവൻ്റെ ഉപ്പാണ്. ഇതാണ് ആ മനസ്സ് എപ്രകാരം നമ്മളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. ആ ലക്ഷ്യത്തിലോട്ട് യാത്ര പോകുമ്പോൾ പോലും നമ്മളത് വിടാൻ തയ്യാറാവുന്നില്ല, നമ്മളത് കയ്യിൽ കരുതുകയാണ്. അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സ് നിലനിർത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ വളരെ ദൂരെ പഞ്ചസാര കൂന കാണാൻ ഇടയായി.
അപ്പോൾ ഉറുമ്പ് പറഞ്ഞു, കണ്ടോ, ആ ദൂരെ കണ്ടോ, അതാണ് പഞ്ചസാര കൂന. അപ്പോൾ ഈ ഉറുമ്പ് ഇങ്ങനെ നോക്കിയാണ്, നോക്കിയിട്ട് പറഞ്ഞു, നോക്കിയപ്പോൾ എന്താണ്, അത് വെളുത്ത് കൂനയായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണല്ലോ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്, ഇതിന് വേണ്ടിയിട്ടാണ് ഇത്ര ദൂരം എന്നെ നടത്തിച്ചത്, ഇനിയും എത്ര ദൂരം നടന്നാലാണ് അവിടെ എത്തുന്നത്, ഞാൻ വരുന്നില്ല, ഞാൻ തിരിച്ചു പോകുന്നു, ഞാൻ കഴിച്ച് വളർന്ന അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ നിറം കണ്ടിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത്, അതും ഉപ്പ് ആണ്, അതിൻ്റെ മധുരവും ഉപ്പിൻ്റെതാണ് എന്ന്. മനസ്സ് കളിക്കുന്ന കളി ആലോചിച്ച് നോക്കും. അപ്പോഴെന്ത് പറ്റുന്നു, ഇത് തിരിച്ചു പോവുകയാണ്. ഞാൻ എന്തിനാ അത്രയും ദൂരം പോകണം, ഞാൻ അവിടെ തന്നെ, ഞാൻ എൻ്റെ അടുത്ത് തന്നെ, ഞാൻ ജനിച്ച് വളർന്നിടത്ത് തന്നെ എനിക്ക് മതി എന്ന് പറഞ്ഞ് തിരിച്ച് മൈൻഡ് ബാക്കിലോട്ട് വലിക്കുകയാണ്. അപ്പോഴാ പഞ്ചസാര കഴിച്ച് അതിൻ്റെ മധുരം മനസ്സിലാക്കിയ ആ ഉറുമ്പ്, ഗുരു സിനിമയിലുള്ള മോഹൻലാലിൻ്റെ അവസ്ഥ പോലെയാണ്. ഇല്ല, നീ വരൂ എന്ന് നിർബന്ധിക്കുകയാണ്. എത്ര നിർബന്ധിച്ചാലും യവൻ പോകാൻ കൂട്ടാക്കുന്നില്ല, റിപ്പൽ ചെയ്യുന്നു. അവനെ പറഞ്ഞ് മയക്കി അവനെ കൊണ്ടുപോവുകയാണ്. അവസാനം ഒരു വിധത്തിൽ സഞ്ചരിക്കുകയാണ്. മനസ്സും കൂടെ കൊണ്ടു നടക്കുമ്പോഴുള്ള അവസ്ഥ ഇതാണ്. ഇതിൽ നിന്ന് ദയനീയമാണ്. അവസാനം ഒരു വലിയ ത്യാഗം ചെയ്യുന്ന മനോഭാവത്തോടെ ഈ ഉറുമ്പ് നടന്ന് എവിടെ എത്തി, പഞ്ചസാര കൂനയിലെത്തി. എന്നിട്ട് പറഞ്ഞു, പഞ്ചസാര കഴിക്കുന്ന ആ ഉറുമ്പ് പറഞ്ഞു, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഓ, ഇത് ടേസ്റ്റ് ആയിരിക്കുന്നു, ഇതെനിക്ക് അറിയാമെന്നുള്ളത് തന്നെയല്ലോ എന്ന് പറഞ്ഞു. അല്ല, നീ ഒന്ന് കഴിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ച് കഴിപ്പിച്ചപ്പോൾ ഇവനാ മധുരം എടുത്ത് വായിൽ വെച്ച് കഴിക്കുകയാണ്. കഴിച്ചപ്പോൾ വലിയ ടേസ്റ്റൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിനൊരു ഡൗട്ട് തോന്നും. ആർക്ക്? മധുരം കഴിച്ച ഉറുമ്പിന് ഡൗട്ട് തോന്നും. കാര്യം ഈ മധുരം കഴിച്ചിട്ടും മധുരത്തിന് ടേസ്റ്റ് ഇല്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ ഇവ എന്താണ് കഴിക്കുന്നത്? അപ്പോൾ നോക്കുന്നു, ആ മധുരം എടുത്ത് വായിൽ വെച്ച് കൊടുക്കുന്നു. അത് കഴിച്ചിട്ട് വീണ്ടും പറയുന്നു, അങ്ങനെ ടേസ്റ്റ് ഒന്നുമില്ല, ഞാൻ കഴിച്ച അതേപോലത്തെ ഇത് തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഉറുമ്പ് കയ്യിൽ വെച്ചിരിക്കുന്ന ആ മധുരത്തിനെ, ഉറുമ്പ് കൈ കൊണ്ടൊന്നുമല്ല എടുത്ത് കഴിക്കുന്നത്, എന്നാലും ഒരു കഥയാണ്, അതിൻ്റെ രീതിയിൽ എടുക്കുക. അപ്പോൾ അത് കഴിക്കാൻ വെച്ചിരുന്ന ആ കണ്ടൻറ്റിനെ ഈ പഞ്ചസാര കഴിക്കുന്ന ഉറുമ്പ് കഴിച്ച് വയ്ക്കും, അതിന് മധുരം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഉറുമ്പ് പറഞ്ഞ്, നീ ഒന്ന് വാ തുറന്നേ എന്ന് പറഞ്ഞു. വാ തുറന്നപ്പോൾ എന്ത് പറ്റി? കവിളിൻ്റെ ഒരു സൈഡിൽ ഉപ്പ്, നേരത്തെ കൊണ്ടുവന്ന ഉപ്പുണ്ടല്ലോ വഴിയിൽ വെച്ച് കഴിക്കാൻ, അതിങ്ങനെ ശേഖരിച്ച് അകത്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ അത് വായ്ക്കുള്ളിൽ വെച്ചുകൊണ്ട് ആണ് ഈ മധുരത്തെ കഴിക്കാൻ നോക്കുന്നത്. അപ്പോഴെന്ത് പറ്റുന്നു? ഉപ്പിൻ്റെ ടേസ്റ്റാണ് അതിന് അറിയാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സ് സൂക്ഷിക്കുമ്പോൾ അതിനകത്ത് കിടക്കുന്ന കണ്ടൻറ്റുകൾ അതങ്ങനെ കിടക്കുന്നുണ്ട് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ആ കണ്ടൻറ്റുകൾ അവിടെ നിലനിർത്തിക്കൊണ്ട് ആണ് നമ്മൾ ആധ്യാത്മികതയുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു മിക്സിങ് ആയിരിക്കും അവന് കിട്ടുന്ന അനുഭവം. അപ്പോഴവന് എന്ത് തോന്നും? ഓ, ഇതെനിക്കിത് വലിയ ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും. ആ മൈൻഡിനെ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യുവാൻ അവന് സാധിക്കാത്തിടത്തോളം കാലം എല്ലാ ഗുരുപദേശങ്ങളും അവന് എന്തായിരിക്കും? വേദനാജനകമായിരിക്കും. അതല്ലെങ്കിൽ അത് ഭയങ്കര പെയിൻഫുള്ളാണ്. അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പെയിൻഫുള്ളായിട്ട് അവന് തോന്നും. അതുകൊണ്ട് എന്താണ് പറയുന്നത്? ഗുരുക്കന്മാർ ഒരിക്കലും അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറയുന്നതിന് പകരം എന്താണ് മനസ്സെന്നും എന്താണ് മനസ്സിൻ്റെ പ്രവർത്തനങ്ങളും എന്നും എന്താണ് ചിന്തകളെന്നും ആ ചിന്തകൾ അവനിലുണ്ടാക്കുന്ന വിചാരങ്ങൾ എന്താണെന്നും അപ്പോൾ അവനിൽ ഉണ്ടാകുന്ന ഊർജതലം എന്താണെന്നാണ് ഗുരു പഠിപ്പിക്കുന്നത്. അതാണ് പഠിക്കേണ്ടത്. കാരണം അതിനെയാണല്ലോ അടക്കേണ്ടത്, അതിനെയാണല്ലോ മെരിക്കേണ്ടത്. കാര്യം എൻ്റെ അസ്തിത്വത്തെ മറപ്പിക്കുന്ന
ഘടകങ്ങൾ എന്നിലുണ്ട്, അത് നീ സൂക്ഷിക്കണം, അതിനെ നീ സൂക്ഷിക്കണം, അതിനെ നീ നിയന്ത്രിക്കണം എന്നാണ് പറയുന്നത്. കാര്യം എന്നാൽ മാത്രമേ ലക്ഷ്യത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പം ഗുരുക്കന്മാർ ഈ അടക്കലിന് വേണ്ടിയിട്ട്, തന്നിൽ പ്രവർത്തിക്കുന്ന ഇത്തരം സംഗതികളെ അടക്കുവാൻ വേണ്ടി ഉപദേശം തരുമ്പോൾ നമ്മൾ മനസ്സിൻ്റെ ഈ പറയുന്ന ഉറുമ്പ് എങ്ങനെയാണോ വായ്ക്കുള്ളിൽ ആ ഉപ്പ് വെച്ചിരുന്നത്, അതുപോലെ മനസ്സിൻ്റെ എലമെൻ്റ് കൂടെയാണ് നമ്മൾ കേൾക്കുന്നു എങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല. നമുക്കൊരു തരത്തിലുള്ള അനുഭവങ്ങളും അനുഭൂതികളും നമുക്ക് ഉണ്ടാകില്ല. എല്ലാ സാധനങ്ങളും ചെയ്യുന്നത് മനസ്സിനെ അടക്കുവാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ടാണ്. കാര്യം അത് ഒരിക്കലും നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിക്കുകയുമില്ല. എന്തിന്? ഭൗതികതയിൽ പോലും അത് ഗുണം കിട്ടില്ല. ഭൗതികതയിലുള്ള എല്ലാ ബന്ധങ്ങളിലും വിള്ളലുകൾ വരുന്നത് എന്തുകൊണ്ടാണ്? ഈ അഹംബുദ്ധിയോടെ മനസ്സിൻ്റെ പ്രവർത്തനം ഉള്ളതുകൊണ്ട് മാത്രം തന്നെയാണ്. അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആണ് ഒരു വ്യക്തി അവൻ്റെ ഭൗതികതയിൽ ജീവിച്ചാലും ആധ്യാത്മികതയിൽ ജീവിച്ചാലും അവൻ സക്സസ്സിലോട്ട് മാത്രമേ പോകത്തുള്ളൂ. അപ്പോൾ ഗുരുവിൻ്റെ ഉപദേശം വേദന തരുന്നുവെങ്കിൽ ആ വേദനിക്കുന്നത് ആർക്കാണെന്ന് മനസ്സിലാക്കിയത്? അവനിലുള്ള മനസ്സിനാണ് വേദനിക്കുന്നത്. ആ മനസ്സാണോ ഞാൻ? ഒരിക്കലുമല്ല. ആ മനസ്സ് ഞാനല്ലെങ്കിൽ ആ വേദന നല്ലത് തന്നെയാണ്.